ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഒരു 3 കേക്കിൻ്റെ ഓർഡർ ഉള്ള ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. 1 kg വെയിറ്റ് വരുന്ന 3 കേക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 പാനുകളിലായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. 7 ഇഞ്ചിലും 6 ഇഞ്ചിലും പിന്നെ 4 ഇഞ്ചിലുമായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഓരോ കേക്കും ഒന്ന് കട്ട് ചെയ്ത് ആക്കിയെടുക്കാം. ഇതിൽ 2 എണ്ണം പിസ്താഷ്യോ ഫ്ലേവറിൽ വരുന്ന 1 kg വെയിറ്റുള്ള കേക്കും ഒരെണ്ണം ബട്ടർ സ്കോച്ചും ആയിരുന്നു. അതിൽ 3 കേക്കും അത്യാവശ്യം തീം വർക്ക് വരുന്ന കേക്ക് തന്നെയായിരുന്നു. ഇതുപോലെ ഒന്ന് കേക്ക് പാനിനകത്തൊന്ന് ഡിമോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് 4 ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്തെടുത്ത കേക്കാണ്. ഇതിന് ഞാൻ 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ടോളായിട്ടുള്ള കേക്കുകൾ ഞാൻ ഇതുപോലെ ചെറിയ പീസസായിട്ടാണ് കട്ട് ചെയ്തെടുക്കാറ്. 3 എണ്ണം അല്ലെങ്കിൽ 2 ലെയർ അങ്ങനെ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അത് നമ്മൾ ഐസിങ് ചെയ്ത് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അത് ട്രാവൽ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഐസിങ് ചെയ്യാനും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതുപോലെ അത്യാവശ്യം തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്താൽ വലിയ കുഴപ്പമില്ല, നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു സൈഡിലോട്ട് ചരിയുന്ന ഒരു ടെൻഡൻസി വരും. അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് 7 ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്തെടുത്തതാണ്. അതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അധികം ടോളില്ല, എങ്കിലും ചെറിയ രീതിയിലൊരു ടോൾ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ എല്ലാ കേക്കും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ കേക്കും നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ 4 ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്തെടുത്ത കേക്കാണ് ചെയ്തെടുക്കുന്നത്. അതൊരു പിസ്താഷ്യോ ഫ്ലേവറിലായിരുന്നു കേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തീം വരുന്നത് ഒരു ഫുട്ബോൾ തീമിലായിരുന്നു കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ലേറ്റായിട്ട് വന്നൊരു ഓർഡറായിരുന്നു. രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് വിളിച്ചിട്ട് പറയുന്നത്. പിറ്റേന്ന് ഉച്ചയ്ക്ക് ഒരു 11:30 ആകുമ്പോഴത്തേക്കും കേക്ക് കൊടുക്കണം. അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുത്തൊരു കേക്കായിരുന്നു. അപ്പം അത്യാവശ്യം ടോളായിട്ടുള്ളൊരു കേക്കായതുകൊണ്ടും ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് സമയം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ക്രം കോട്ട് ചെയ്താണ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ എടുത്തിട്ടാണ് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത്. പിസ്താഷ്യോയുടെ ഫില്ലിങ്ങും പിസ്തയും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ ഒരു 6 ലെയറായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം ഇതുപോലെ തന്നെ ഫില്ലിങ്ങും കാര്യങ്ങളും കൊടുത്ത് ക്രം കോട്ട് ചെയ്തൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് അടുത്ത കേക്ക് എടുത്തിട്ട് അതും ഒന്ന് പെട്ടെന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ വരുന്ന കേക്കായിരുന്നു. ഇത് 1 kg ആയിരുന്നു. ഇതിൻ്റെ തീം വന്നിട്ടുള്ളത് ഒരു മെർമെയ്ഡ് തീമായിരുന്നു. ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് കാരമൽ സോസും പ്രലൈനുമാണ്. ഇത് 6 ഇഞ്ചിൻ്റെ പാനിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തത്. ഇതൊരു 6 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കേക്കിന് കുറച്ച് ഫോണ്ടൻ വർക്കൊക്കെ വരുന്നൊരു കേക്കായിരുന്നു. അപ്പം ഇതിൻ്റെ ഫോണ്ടൻ വർക്കും കാര്യങ്ങളും എല്ലാം ഞാൻ തലേന്ന് രാത്രിയാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ലെയേഴ്സും കൂടി വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്ത് ഞാനൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്തത് ഞാനിവിടെ നേരത്തെ തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു ഇത് പിസ്താഷ്യോ ഫ്ലേവറിൽ വരുന്നതുകൊണ്ടാണ് പിന്നെ റിപ്പീറ്റായിട്ട് കാണിക്കാഞ്ഞത്. എന്നിട്ട് ഇതിനെ ഞാനൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ നമുക്കൊരു സാമ്പിൾ പിക്ചർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഈ കേക്ക് ചെയ്യുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പോയിലായിരുന്നു കേക്കിൻ്റെ കളർ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ബ്ലൂ ടർക്കോയ്സ് ബ്ലൂ ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് വെച്ചിട്ട് ഇതുപോലെ ഓരോ ലെയർ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ക്രീമൊന്ന് കൊടുത്തിട്ട് അതിന് പിന്നെ സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ നീറ്റായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. സൈഡൊന്ന് ഫിനിഷാക്കി എടുത്തതിന് ശേഷം കേക്കിൻ്റെ ടോപ്പിലും സെയിം കളർ തന്നെ യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കേക്കിൻ്റെ ടോപ്പ് അധികം അങ്ങോട്ട് നീറ്റാക്കുന്നില്ല, കാരണം ഞാനിവിടെ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ളൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്കിൻ്റെ ടോപ്പൊന്ന് അത്യാവശ്യം രീതിയിലൊന്ന് നീറ്റാക്കി എടുത്തിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണേ. ചില സമയങ്ങളിൽ ഈ പാലറ്റ് നൈഫിൻ്റെ ഡിസൈൻ ഭയങ്കര ഉപകാരമായിട്ട് തോന്നാറുണ്ട്. ചില സമയത്ത് നമുക്ക് ടോപ്പൊന്നും അധികം നീറ്റായി കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പം കാണാൻ നല്ല ലുക്കായിരിക്കും. അങ്ങനെ ഞാൻ അത് ചെയ്തതിന് ശേഷം കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ട് കേക്കിലേക്ക് നെയിം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഫോണ്ടനിൽ എഴുതിയ നെയിമാണ് കേട്ടോ. അത് എഡിബിൾ പിൻ വെച്ചിട്ട് ഫോണ്ടനിൽ എഴുതിയിട്ട് അതാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ കേക്കിലേക്ക് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നത് ഇതുപോലെ കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് ഇതുപോലെ ചെയ്തെടുത്തിട്ടാണ് അത് വെച്ച് കൊടുക്കേണ്ടുള്ളത്. അങ്ങനെ ഫോട്ടോയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കിയതിന് ശേഷം കുറച്ച് ഫോണ്ടൻറ്റ് തന്നെ ചെയ്തെടുത്ത ഹാർട്ട്സും കൂടി കേക്കിലേക്ക് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. ഹാർട്ട്സിൻ്റെ കളറ് ലൈറ്റ് പർപ്പിളും വൈറ്റും ഒക്കെ ആയിട്ടുള്ള കളേഴ്സായിരുന്നു. അങ്ങനെ ഹാർട്ട്സുകൾ ഓരോന്നോരോന്നായി നമ്മൾ കേക്കിലേക്ക് പറക്കി വെച്ച് കേക്കൊന്ന് ഫൈനൽ ലുക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതായിരുന്നു കേട്ടോ. കേക്ക് കണ്ടിട്ട് നമ്മുടെ കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് എനിക്ക് നാട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നൊരു ഓർഡറായിരുന്നു. ആ കേക്കിന് അവിടെ ആൾ വന്ന് എടുത്തിട്ട് പോയി. പിന്നെ അടുത്ത കേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ടോൾ കേക്കായിരുന്നു, ഫുട്ബോൾ തീമിൽ വരുന്ന കേക്ക്. അപ്പം ഇതിലേക്ക് അധികം കളേഴ്സൊന്നും ആഡ് ചെയ്യാതെ ചെയ്താൽ മതിയെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന പിക്ചറിൽ നല്ല ഡാർക്ക് ഗ്രീൻ ആയിരുന്നു. അപ്പോൾ അത്രയും ഡാർക്കായിട്ട് കൊടുക്കേണ്ട, എൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ലൈറ്റ് ഗ്രീനാണ് കൊടുക്കുന്നത്. ലീഫ് ഗ്രീനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കളറ്.
ഇപ്പോൾ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഉച്ച സമയത്തുള്ള ഡെലിവറിയൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. ഈ കേക്ക് ഒരു 11:30-12 മണിക്കായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്. കേക്ക് നമ്മൾ അധികം സമയം ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടും ടോൾ കേക്ക് ആയതുകൊണ്ടും ചൂടുള്ളത് കൊണ്ടും ഒക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് കൊണ്ടെത്തിക്കുമ്പോഴത്തേക്ക് ഏത് അവസ്ഥയാകും എന്നുള്ളതിൽ. അങ്ങനെ ഞാനിവിടെ ഗ്രാസ് നോസിൽ വെച്ചിട്ട് കുറച്ച് ഗ്രാസ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട്. എന്നിട്ട് അതിലേക്ക് റൊണാൾഡോയുടെ ഒരു പിക്ചർ പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലായിട്ട് ഒരു ഫുട്ബോളും കൂടിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം നോൺ എഡിബിൾ ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ. ഈ കേക്കിൻ്റെ താഴെയായിട്ട് ഹെക്സഗൺ ഷേപ്പിലുള്ള കുറച്ച് ഷേപ്സ് ഫോണ്ടനിൽ കട്ട് ചെയ്തെടുത്തു, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. എന്നിട്ട് അതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഫോണ്ടനിലായതുകൊണ്ട് ഞാനിത് കസ്റ്റമറിൻ്റെ കയ്യിലെത്തുന്ന സമയപ്പോഴത്തേക്ക് ചെറിയ രീതിയിലൊന്ന് മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് തേച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ വലിയ പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അപ്പോഴത്തേക്ക് സമയം ഇല്ലായിരുന്നു അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുള്ള. കാരണം കസ്റ്റമർ വിളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എടുത്ത് വെച്ചു. ഇവിടെ അടുത്ത് തന്നെയായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്ത് വെച്ചത്. ചെറിയ രീതിയിൽ ഒന്ന് മെൽറ്റായി താഴോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ നമ്മൾ നേരത്തെ ഗ്രാസ് ന്യൂസിൽ വെച്ച് ചെയ്ത പോലെ ഒന്ന് കുറച്ച് ഗ്രാസ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോപ്പറും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ മൂന്നാമത്തെ കേക്ക് മെർമെയ്ഡ് തീമിലുള്ള കേക്ക്, ആ കേക്കാണ് ഇപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതിൽ വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ മറ്റേ കേക്ക് ഡെലിവറി ചെയ്തതിന് ശേഷം വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിലൊരു പിങ്കും പിന്നെ നേരത്തെ ടർക്കോയ്സ് ബ്ലൂ ആയിരുന്നു കേക്കിൻ്റെ പിക്ചറിലുണ്ടായിരുന്നത്. അപ്പോൾ അതേ സെയിം കളറാണ് വെച്ച് ചെയ്യുന്നത്. അങ്ങനെ 2 കളറും വെച്ചിട്ടൊന്ന് കേക്കിനെ ഐസിങ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്കൊരു സാൻഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ താഴെയും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ബിസ്ക്കറ്റിൻ്റെ ക്രംസൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുത്തതിന് ശേഷം 9 എന്നുള്ളൊരു നമ്പറാണ് വെക്കാനുണ്ടായിരുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ അതും കൂടി വെച്ച് കൊടുത്തു കേക്കിലേക്ക്. ഇനി കേക്കിലേക്ക് ഫോണ്ടൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മെർമെയ്ഡിൻ്റെ ടെയിൽസുകളാണ് വെക്കുന്നത്. അപ്പോൾ പിങ്കിലും ഈ ടർക്കോയ്സ് ബ്ലൂയിലും പെർപ്പിളിലും ഒക്കെ ആയിട്ട് കുറച്ച് അധികം ടെയിലുകൾ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കടലിലുള്ള സകലമാന കക്കകളും ശംഖുകളും എല്ലാം വാരിക്കൊണ്ടുവന്ന് കേക്കിൻ്റെ മുകളിലും സൈഡിലും താഴെയും ഒക്കെ ആയിട്ട് വെച്ച് കൊടുത്തു. 2 ടെയിൽ കേക്കിൻ്റെ താഴെയും കൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബാൾസും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് തിളക്കമൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് ഷിമ്മറും കൂടി ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയപ്പോഴേക്കും കേക്ക് ഇവിടെ നല്ല മൊഞ്ചത്തിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കേക്കുകൾ 3ഉം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ മെർമെയ്ഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമേ. ബൈ.